ഇപ്പൊ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് റെന്റെ കസിനാണ് അവളുടെ വീട്ടിലേക്ക് പോവുക. അതുകൊണ്ട് ബോയ് ഫ്രണ്ടായിട്ട് ബായ് പറഞ്ഞോണ്ടിരിക്കുമ്പം ഇവൾ എപ്പോഴും ഇമെയിലേക്ക് അയക്കണമെന്ന് അവനോട് പറയും. അപ്പോഴാണ് അവനും ചുമ്മാ ക്രിഞ്ച് വർത്തമാനമൊക്കെ പറയലെന്ന് ഇവളോട് കെഞ്ചുമ്പം അവളും ദേഷ്യത്തി നിനക്കെന്നെ ഇഷ്ടമല്ലേ എങ്കിൽ പിന്നെ നീ ഇമെയിൽ അയക്കണം ഏതിന് അവളും പേടിപ്പിക്കുമ്പം അവന് തീർച്ചയായിട്ടും അയക്കാന്ന് പറഞ്ഞ് ഇവ രണ്ട് റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന റെന്നാണ് അപ്പോൾ ലക്കേജ് എടുക്കാൻ വേണ്ടി മാത്രമാണോ എന്നെ വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞ് അവന് കാര്യം പിടികിട്ടും. അതേസമയം ഇവിടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ലുവാനും വാങ്ങിന്റെ സഹായം ആവശ്യപ്പെടും. കാരണം അസ്ഥികൂടം പിടിച്ചോണ്ടാൻ ഒരാൾ ആവശ്യമുണ്ട്. അപ്പോഴാണ് അവനും പേടിച്ചിട്ട് നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല അളിയാന്ന് പറഞ്ഞ് അവൻ അവസാനം അവളുടെ കൂടെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവനെ കണ്ട് അച്ഛനമ്മയും കൂടെ ചിലപ്പോൾ ബോയ് ഫ്രണ്ടിലായിരിക്കും എന്ന് പറഞ്ഞ് അവന് കഴിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് കൊടുത്ത് പറഞ്ഞയക്കുമ്പം അതിനെ ശിവൾ പറയും ബോയ് ഫ്രണ്ട് ഒന്നല്ല അവൻ എന്റെ അളിയനാണെന്ന്. അപ്പോഴാണ് അമ്മ ഷോക്കായിട്ട് അളിയനോ അതെന്തൊരു ബന്ധോടി എന്നിട്ട് ഇവരെ വയ്ക്കുമ്പം അവൾ അളിയനല്ലെങ്കിൽ ചേച്ചി എന്ന് വെച്ചാന്ന് പറഞ്ഞ് അവളുടെ അമ്മയുടെ കോസ്റ്റ്യൂം കണ്ട് ഇവര് നാഷണൽ ഡേക്ക് പാട്ട് പാടാൻ പോകുമെന്ന് മനസ്സിലാക്കും. അതിനുശേഷം അവൾ അച്ഛനമ്മയും കൂടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഇവള് കടയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ കാൻറ്റീഷൻ വരും. അങ്ങനെ അതോടെ അവൾ കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കുമ്പം ഇവൻ അടുത്തേക്ക് വന്നിട്ട് പഠിക്കാൻ വലിയ ഹെൽപ്പ് വേണം ചോദിക്കും. അങ്ങനെ അവൾക്കൊന്നും അറിയത്തില്ലേലും ഇവന്റെ ഹെൽപ്പ് വേണ്ടെന്ന് പറയുന്നത്. പക്ഷെ അവനാണ് ഇവളുടെ ഒപ്പം നിന്നോണ്ട് ഈ ക്വസ്റ്റ്യനൊക്കെ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ് അവളെ പഠിപ്പിക്കാൻ തുടങ്ങും. അതിനുശേഷം അവന് പടമൊക്കെ വരച്ചു കൊടുത്തിട്ട് ഇവൾക്ക് മനസ്സിലായും ചോദിക്കുമ്പം ഇവൾക്ക് ഇപ്പോഴാ മൊത്തത്തിൽ തല പുകഞ്ഞോ എന്നറിയും. എന്നിട്ട് ഇവന്റെ ഗേൾ ഫ്രണ്ട് ലിയാങ് ചോദിക്കുമ്പം അവനാണ് അവളുടെ അമ്മയുടെ കൂടെ വിദേശത്ത് പോയെന്നറിയും. അങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുന്ന അതേസമയം റെന്നി ഇവളെ കാണാൻ വേണ്ടി ആ കടയിലേക്ക് വരും. അങ്ങനെ അവൻ ഇവരൊന്നും കാണാതെ ഈ പഴത്തിന് എത്ര വില എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആൻജിഷിനെ കണ്ട് അവനും ദേഷ്യത്തിലാകും. അതുകൊണ്ട് അവനും ഇവൻ പഠിപ്പിക്കുന്നൊക്കെ മണ്ടത്തരാന്ന് പറയുമ്പം ഇവിടെ ആൻജിഷൻ ദേഷ്യത്തി നീ അതിന് ഇതാണോ പഠിക്കുന്നതെന്ന് പറഞ്ഞ് റെന്നുമായിട്ട് ദേഷ്യപ്പെടും. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കാകുമ്പോഴാണ് ഇതിന്റെ ഇടയിൽ കടന്ന് അവൾ ഇവരെ സമാനപ്പെടുത്താൻ നോക്കും. പക്ഷെ അവന്മാരാണ് ഞാനാ ബെസ്റ്റായിട്ട് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേർ തമ്മിൽ തർക്കമാകും. അങ്ങനെ അവർ തമ്മിൽ ചാലഞ്ചൊക്കെ ഇട്ട് ഒരേ ഷവളുടെ മാർക്ക് കൂട്ടുവാണ് എനിക്ക് സ്കോളർഷിപ്പിന് കിട്ടുന്ന പൈസ എല്ലാം തരാന്ന് റെന്നും വാക്ക് കൊടുക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളാണ് സ്തംഭിച്ചു പോയിട്ട് എടാ സ്കോളർഷിപ്പിന്റെ പൈസ അത്ര നീ ഇവന് കൊടുക്കാൻ പോന്നോ നിങ്ങൾക്കെന്ത് വട്ടാണോടാ അത് എന്നെ വെച്ച് ബെറ്റ് ചെയ്യുന്നു എന്റെ മാർക്ക് കൂടുന്നൊക്കെ വിശ്വാസമുണ്ടോ എന്ന് ഇവള് ചോദിക്കുമ്പം റെന്നാണ് അവനോട് വിശ്വാസം ഉണ്ടെന്ന് അറിയും. അപ്പോഴാണ് ഇതൊക്കെ സൈഡിൽ നിന്ന് ഇവളുടെ അച്ഛനമ്മയും കൂടെ ഒളിഞ്ഞു കേട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ലുവാനും ഇവളെ മൈൻഡ് ചെയ്യാതെ അവന്മാരിങ്ങനെ സംസാരം കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുമ്പം ഇവൾ ഇവന്മാർക്ക് വട്ടായെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവളുടെ അച്ഛനമ്മയെ കണ്ട് പേടിച്ചിരിക്കുമ്പം അവര് വന്നേക്കുന്ന പയ്യനാരം ചോദിക്കും. അപ്പോഴാണ് ഇവള് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലും. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ഇവള് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് റെന്നിവൾ കുറെ മെസ്സേജ് അയച്ചു കൊടുത്ത് അവളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അങ്ങനെ അത് കണ്ട് അവളും ഇവന്മാർക്ക് വേറെ പണിയില്ലെന്ന് പറഞ്ഞ് അവളെ സമ്മാനിച്ച് കഴിക്കാൻ പോകുമ്പം അതേസമയം ഇവൾ കാണാൻ വേണ്ടി ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ പറയും. അപ്പോഴാണ് അവളും ഇവന്മാരിനിപ്പോ വീട്ടിൽ തന്നെ വന്നെന്ന് പറഞ്ഞ് അവള് പേടിച്ചിരിക്കുമ്പം വന്നേക്കുന്ന ഇവളുടെ കൂട്ടുകാരി ആ ലിയാങ് ആയിരിക്കും. അങ്ങനെ അത് കണ്ട് ലുവാനൊന്ന് സംസാരിക്കാതിരിക്കുമ്പം അവളുടെ അമ്മയായിരിക്കും കണ്ടിട്ട് എത്ര ദിവസമായെന്ന് പറഞ്ഞ് ഇവൾ കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ കൊടുക്കുന്നത്. അതിനുശേഷം അവരും ഇവൾക്ക് ബോയ് ഫ്രണ്ടൊക്കെ ആയെന്ന് പറഞ്ഞ് തിരക്കുമ്പം ലുവാൻ ഇത് കേട്ട് അവളുടെ അമ്മയെ മിണ്ടായിരിക്കാൻ പറയും. അപ്പോഴാണ് ലിയാങ്ങും അവളുടെ ബോയ് ഫ്രണ്ട് ആൻജിഷാനാന്ന് പറയും. അതോടെ അവളുടെ അമ്മയ്ക്ക് പിടികിട്ടി ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. അപ്പോഴാണ് ലിയാങ്ങും ഇവള് മനഃപൂർവ്വം വന്നതല്ല ഇവള് പോകുന്ന വഴിക്ക് ഇവളുടെ അച്ഛൻ കണ്ട് വിളിച്ചാന്ന് പറയും. അപ്പോഴാണ് അവളും അതൊന്നും കുഴപ്പമില്ല നീ വിദേശത്ത് അമ്മയുടെ കൂടെ പോയെന്നാണല്ലേ ആൻജിഷാൻ പറഞ്ഞ് പിന്നെന്തോ നീ ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് അവള് ചോദിക്കുമ്പോഴാണ് ലിയാങ്ങും അത് ഞാൻ എന്റെ അമ്മയായിട്ട് പ്രശ്നം ഉണ്ടാക്കി അതുകൊണ്ട് എന്റെ അമ്മ മാത്രമേ പോയുള്ളൂ എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് ഇത് കേട്ട് ലുവാന് ഷോക്കായിട്ട് അപ്പോ നീ വീട്ടിൽ ഒറ്റയ്ക്കുള്ള നിന്റെ അച്ഛൻ രാത്രി സമയത്ത് വർക്കിന് പോകത്തില്ലേ കൂലി പഠിക്കുമ്പോഴൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയില്ലായിരുന്നു അപ്പൊ ഇന്ന് നീ എങ്ങനെ നടക്കും എന്നിന് ലുവാനും ചോദിക്കുമ്പം ഇത് കേട്ട് അവളാണ് ഷോക്കായിട്ട് ഇതൊക്കെ നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ ചോദിക്കും. അങ്ങനെ അതിനുശേഷം ലിയാങ്ങും അവൾ ചെയ്ത തെറ്റിനൊക്കെ സോറി പറയും. ഇവൾ ആൻജീഷിനെ 2 വർഷമായിട്ട് സ്നേഹിക്കുന്ന കാര്യം ഇവളോട് പറയാത്തോണ്ട്. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് ലുവാനും അതിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ രണ്ടും സന്തോഷിച്ചിരുന്ന എനിക്ക് അത് മതി അല്ലാതെ എനിക്കിപ്പോ ഇതിലെന്തോ പ്രശ്നം എന്നിന് അവർ രണ്ടുപേരും പഴുതല ചിരിച്ച് സംസാരിക്കാൻ തുടങ്ങും. അതേസമയം ഇവിടെ റെൻ അവളെ പഠിപ്പിക്കാൻ വേണ്ടി സൈക്കിളിൽ വന്നിറങ്ങുമ്പോഴാണ് അവിടേക്ക് വരുന്ന ആൻജീഷ്യാനും ഇവിടെ നിന്ന് സൈക്കിൾ നിർത്തിക്കൂടെ പറഞ്ഞിട്ട് പോകും. അപ്പോഴാണ് റെൻ നോക്കുമ്പോൾ വേറൊരുത്തൻ അവിടെ നിന്ന് സൈക്കിൾ നിർത്തുന്നത്. അതോടെ റെന്ന് പിടികിട്ടി ഇവൻ നേരത്തെ അവളുടെ വീട്ടിൽ ചെല്ലാൻ വേണ്ടി ചുമ്മാ കള്ളം പറഞ്ഞാണ്. അതുകൊണ്ട് റെൻ ഓടിച്ചാടിയൊക്കെ പോയി അവൻ ആദ്യം ലുവാനെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ ഇവന്മാർ തമ്മിൽ അടി ഉണ്ടായിക്കൊണ്ട് അവളുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇത് കണ്ട് അവളും മൊത്തം ഷോക്കായി നിൽക്കും. അതിനുശേഷം അവളുടെ പേരൻസും ഇവരെല്ലാം ഇരുത്തി ഫുഡ് കൊടുക്കുമ്പോഴാണ് ആൻജിഷാന് ലിയാങ്ങിനോട് ഇവളപ്പോ വിദേശത്തൊന്നും പോയില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അമ്മയായിട്ട് വഴക്കുണ്ടാക്കിയതുകൊണ്ട് അവൾ പോയില്ലെന്ന് പറയുമ്പം ഇവൻ നേരത്തെ തന്നെ ഇവളുടെ വീട്ടിൽ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും
ലുവാനും ലുവാനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പം ഇതേക്കുന്ന ലുവാനും അവളെ സഹായിക്കാൻ വേണ്ടി അവളുടെ കൂട്ടുകാരോട് സിഗ്നൽ കാണിക്കും. അതുകൊണ്ട് ലിയാങ്ങും ആൻജിഷേനെ പുറത്ത് കറങ്ങാൻ വേണ്ടി വിളിക്കുമ്പം ഇത് മനസ്സിലാക്കി അവനാണ് അപ്പൊ നിങ്ങൾ തമ്മിൽ ഭക്ഷണമൊക്കെ ഇപ്പൊ തീർന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് അവർ രണ്ടുപേരും കൂടെ അതൊക്കെ ഗേൾസിന്റെ മാറ്ററാന്ന് പറഞ്ഞ് ഇവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഇതെല്ലാം കേട്ടിരിക്കുന്ന റെന്നാണ് നിനക്ക് പഠിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിലും ഞാൻ അവളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞ് ഇവനെ അവനെ പോയിക്കോളാൻ പറയും. അങ്ങനെ അതിനുശേഷം അവൾ കടയൊക്കെ നോക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് വന്ന റെന്നും ഇവളെ ഡയറക്റ്റ് ആയിട്ട് പഠിപ്പിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞ് അവൻ ബുക്കിനകത്തൊക്കെ വായിച്ചു നോക്കി ഇവന്റെ കൂട്ടുകാരൻ സ്റ്റെപ്പ് ചെയ്ത് വീണോ എന്ന് പറയും. അങ്ങനെ കാല് വരെ അവന് സഹിക്കാൻ പറ്റാതിരിക്കുന്നുണ്ട്. എന്തായാലും ഗുളിക ഉണ്ടോന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം അവൾ അതിന് ഒരു ഓയിൽമെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവള് പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് അവനത് ബുക്കിനകത്ത് നോക്കിയിട്ട് ഇവള് പറഞ്ഞ കറക്റ്റാ എന്നിന് അവനും അടുത്തായിട്ട് അവന്റെ ഒരു കൂട്ടുകാരൻ പുറം വശി ചെന്നിടിച്ച വീണെന്ന് പറയും. ഇത് കേട്ട് അവള് ഷോക്കായിട്ട് ഇതേത് കൂട്ടുകാരനാ എന്നിന് അവൾ ചോദിക്കുമ്പം അവൻ ആ സെയിം കൂട്ടുകാരനാന്ന് പറയും. അപ്പോഴാണ് അവളും അതിനൊരു മരുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ ആ കാര്യമൊക്കെ ഇവനോട് ഷെയർ ചെയ്യുമ്പം ഇവൾക്ക് അവസാനം സംശയം വരും ഇനി ഇവൻ ടെസ്റ്റ് ചെയ്യുകയാണെന്ന്. അങ്ങനെ അതുകൊണ്ട് അവളെ ഡയറക്റ്റായിട്ട് ചോദിക്കുമ്പം അവനെ ടെസ്റ്റ് ചെയ്യുന്നല്ല സത്യത്തിൽ അവന്റെ കൂട്ടുകാർ ഇതുപോലെ വീണ് നടക്കാമെന്ന് പറഞ്ഞ് ഇവളോട് ആ കാര്യം പറയുമ്പം അവളാണ് അടുത്തേക്ക് വന്നിട്ട് എങ്കിൽ പിന്നെ ആശുപത്രി കൊണ്ടുപോകുന്നേ നല്ലതെന്ന് പറഞ്ഞ് അവൻ ഇപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി പറയും. ഇതേ സമയം ഇവിടെ ലിയാങ് ആൻജിഷനും പുറത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ അമ്മയുടെ കൂടെ സംസാരിച്ച് ഇവളുടെ വഴക്ക് തീർക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവൾ സമ്മതിച്ചിട്ട് ഇവന് വിദേശത്ത് പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് ആ ചോദ്യം കേട്ട് ആവശ്യമൊക്കെ ആയിട്ട് ഇവളെന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കും. കാരണം അവൾ വിദേശത്ത് പഠിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കാര്യം ഇവനോട് പറയാതെ ഇവളുടെ ഒരു ഫ്രണ്ട് ഇതുപോലെ വിദേശത്ത് പഠിക്കാൻ പോയതിനു ശേഷം അവളുടെ ബോയ് ഫ്രണ്ടായിട്ടുള്ള ബന്ധം കുറയാന്ന് പറഞ്ഞ് പേടിച്ചിരിക്കാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ഡിസ്റ്റൻസ് ഒന്നും ഒരു വലിയ കാര്യമല്ല, പരസ്പര ലവ് ഉണ്ട്, അവർ തമ്മിൽ ഒരിക്കലും പിരിയത്തില്ലെന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കും. കൂടാതെ അവന് എങ്ങും പോകാൻ തയ്യാറില്ലെന്ന് പറഞ്ഞ് ഇവളെ പേടിക്കാതിരിക്കാൻ പറഞ്ഞിട്ട് ഇന്ന് രാത്രി ഇവൾ എവിടെ കിടക്കാമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും എനിക്ക് കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ ഫോൺ നോക്കുമ്പോഴാണ് ലുവാനാണ് അവളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി മെസ്സേജ് ഇട്ടേക്കും. അതുകൊണ്ട് അന്ന് രാത്രി ലിയാങ് അവളുടെ വീട്ടിലായിരിക്കും കിടക്കാൻ പോകുന്നത്. അങ്ങനെ ലിയാങ് താങ്ക്സ് പറയുമ്പം ഇത് കേട്ട് ലുവാനും നമ്മൾ പണ്ട് തൊട്ടേ ഇവിടെല്ലേ കിടന്നേന്ന് പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ലിയാങ്ങിന്റെ അമ്മയാണ് ഫോൺ വിളിക്കുന്നത്. ഇത് കണ്ട് ലുവാനും ഇവളുടെ അമ്മയായിട്ടുള്ള പ്രശ്നം സംസാരിച്ച് തീർക്കാൻ പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോയി തരും. അതിനുശേഷം ഇവിടെ ലുവാൻ പുറത്തുനിന്ന് ഗെയിം കളിക്കുമ്പം ഇത് കണ്ട് ഇവളുടെ അമ്മയാണ് അടുത്തേക്ക് വന്നിട്ട് അപ്പൊ ഇവർ തമ്മിലായിരുന്നു സെറ്റായെന്ന് പറഞ്ഞ് അതുകൊണ്ടാണോ അന്ന് അവൾ വിഷമിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ലുവാനും അമ്മ അതൊക്കെ ഞാൻ എപ്പോഴാ മറന്ന്, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അതോർത്ത് വിഷമമൊന്നുമില്ല എന്ന് ഇവളും പറയുമ്പം ഇത് കേട്ട് അവളുടെ അമ്മയും എന്റെ മോൾക്ക് നല്ല ധൈര്യം പറഞ്ഞിട്ട് അവനെക്കാളും ബെറ്റർ മറ്റേ റെന്നാന്ന് പറയും. ഇത് കേട്ട് അവളാണ് ഷോക്കായിട്ട് അമ്മ എന്തിനാ ഇപ്പൊ അവനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന പറഞ്ഞ് അവരെ മിണ്ടാതാക്കും. അതിനുശേഷം ഇവളുടെ കൂട്ടുകാർ വാങ്ങാണ് മെസ്സേജ് അയച്ചിട്ട് ഇവന് വിദേശത്ത് പഠിക്കാനുള്ള ചാൻസ് അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു പെങ്കൊച്ച് തട്ടിക്കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ റിപ്പോർട്ട് കാർഡ് ഇവൾക്ക് അയച്ചു കൊടുക്കും. അപ്പോഴാണ് അത് കാണുന്ന ഇവൾക്ക് മനസ്സിലാവും അത് ഇവളുടെ കൂട്ടുകാർ ലിയാങ്ങിന്റെ കാർഡാണെന്ന്. അങ്ങനെ അതുകൊണ്ട് അവളോട് തന്നെ ഇപ്പോൾ ഇവൾ വിദേശത്ത് പോകാനാണ് തീരുമാനിച്ചെന്ന് ചോദിക്കുമ്പോൾ ലിയാങ് ഇത് കേട്ട് ഷോക്കായിട്ട് ഈ കാര്യം ഇവള് മനസ്സിലാക്കിയാൻ ചോദിക്കും. അങ്ങനെ അത് കാരണം തന്നെയാ ഇവൾക്ക് ഇവളുടെ അമ്മയുടെ കൂടെ പ്രശ്നം ഉണ്ടായ. കാരണം അവളുടെ അമ്മയും അച്ഛനും കൂടെ ഇവളെ വിദേശത്ത് പഠിപ്പിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷെ ഇവൾക്ക് ആൻജിഷേനെ വിട്ടിട്ട് ഇവിടെ നിന്ന് പോകാൻ താല്പര്യമില്ല. അങ്ങനെ ആ കാര്യമൊക്കെ ലിയാങ്ങും പറയുമ്പം ലുവാനാണ് ഇതിനെക്കുറിച്ച് ആൻജിഷേൻ അറിഞ്ഞാൻ ചോദിക്കും. അപ്പോഴാണ് ലിയാങ്ങും അവനോട് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പം ലുവാന് സത്യം പറയുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് അവൻ ഇവളെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയും. അതിനുശേഷം ഇവളുടെ സംസാരം കേട്ട് ലിയാങ്ങാണ് ലുവാൻ മുമ്പ് മെസ്സേജ് അയച്ച് ഇവർ സന്തോഷിത്തിരിക്കാൻ പറഞ്ഞപ്പോൾ അതും വെറും വാക്കായിട്ട് ഇവൾ വിചാരിച്ചെന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ നീ മനസ്സിൽ നിന്ന് അങ്ങനെ വിചാരിക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷയിലെന്ന് ഇപ്പൊ ലുവാന് താങ്ക്സ് പറയുമ്പം ലുവാനാണ് ഇവൾ ഇവിടുന്ന് പോകുന്ന അവൾക്കും താല്പര്യമില്ലെന്ന് പറയും. അതിനുശേഷം അടുത്ത ദിവസം നാഷണൽ ഡേ ആയിട്ട് ഇവളുടെ അമ്മയും പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവരും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടേക്ക് റെന്നാണ് വരുന്നത്. ഇത് കണ്ട് ആൻജിഷനെ അസൂയപ്പെട്ടിട്ട് ഇവൻ ഈ ഏരിയ ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് അവന് പോകാൻ പറയുമ്പം റെന്നും അതേപോലെ നിന്റെ ഗേൾഫ്രണ്ട് ഈ ഏരിയ അല്ലെന്ന് പറഞ്ഞ് ഇവിടെ ആരും വന്നാലും കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴാണ് ഇവർ തമ്മിൽ വീണ്ടും വഴക്കാന്നുണ്ട് ലുവാനും ലിയാങ്ങിനെ മറ്റവനെ വിളിച്ചോണ്ട് പോകാൻ പറയും. അതിനുശേഷം അവരുടെ അവിടെ നോക്കുമ്പോഴാണ് ഇവളെന്റെ അമ്മയുടെ പെർഫോമൻസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ് റെന്നെ വിളിച്ചോണ്ട് പോയി കാണാതിരിക്കും. അങ്ങനെ ഹോളിഡേ കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോകുമ്പം അതേപോലെ വാങ്ങും അസ്ഥികൂടം തിരിച്ചെടുത്തോണ്ടാവാൻ വേണ്ടി അവൻ അവിടേക്ക് വരും. അപ്പോഴാണ് അവളുടെ അമ്മയാണ് ഇവന് കഴിക്കാൻ വല്ല ഫ്രൂട്ട്സ് ആണോ ചോദിക്കുമ്പം അവന് ആപ്പിൾ ഓറഞ്ച് ഏതെടുത്താലും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എല്ലാത്തിലും ഒരെണ്ണം എടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കണ്ടോണ്ടിരിക്കുന്ന ലുവാനാണ് ഇവൻ കട മൊത്തത്തിൽ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും. അതിനെ ശിവരന്റെ ഒരു കോളേജിൽ പോകുന്ന വഴിക്ക് വെച്ച് റെന്നെ കണ്ടുമുട്ടുമ്പോഴാണ് അവസാനം ഇവർ മൂന്നുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് ഒരുമിച്ച് നടന്നു പോകും. അപ്പോഴാണ് ഓപ്പോസിറ്റ് റെന്റെ കൂട്ടുകാർ അവിടേക്ക് വരുന്നത്. അപ്പോഴാണ് ഇവനെ കണ്ട് ലുവാനും അയ്യോ നിനക്ക് എന്തോ പറ്റി, നിന്റെ കാലിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലേ, ആശുപത്രി പോയായിരുന്നല്ലേ എന്നിന് ഇവളും അന്ന് റെൻ പറഞ്ഞ കാര്യം വെച്ച് ചോദിക്കും. അപ്പോഴാണ് അവൻ ഞെട്ടിപ്പോയിട്ട് എനിക്കെന്തോ കുഴപ്പം എന്നിന് അവൻ ചോദിക്കുമ്പോ തന്നെ റെന്ന് ആശുപത്രി ഞാൻ കൊണ്ടുപോയിരുന്നു പറഞ്ഞിട്ട് അവൻ ഐസിന് ടോപ്പിക് മാറ്റാൻ നോക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ അവന്റെ കൂട്ടുകാരനും പിടികിട്ടി എങ്കിൽ പിന്നെ ലുവാൻ നീ ഇപ്പൊ റെന്നിനെ കുറിച്ച് എന്തോ വിചാരിക്കുന്നത്, അവനെ കാണുമ്പോൾ അല്ല ഫീലിങ്സ് വരുന്നോ എന്നിന് ഇവരും ചോദിക്കുമ്പോൾ ഇത് കേട്ട അവളും റെൻ നല്ല പയ്യന, ബോയ് ഫ്രണ്ട് ആക്കാൻ പറ്റുന്ന മെറ്റീരിയലാ, പക്ഷെ അവൾക്ക് ഇപ്പൊ ഡേറ്റ് ചെയ്യാനും താല്പര്യമെന്ന് പറയും. അങ്ങനെ കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇനി അവൾ ഡേറ്റ് ചെയ്യത്തുള്ളൂ പറയുമ്പോൾ ഇവിടെ റെന്നിനാണ് മൊത്തത്തിൽ റെഡ് ലൈറ്റ് കത്തും. അതായത് ഇനി
ഇവളെ വീഴ്ത്താൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.